കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5 ചികിത്സാ ദൗത്യം ഇന്ന് തുടങ്ങും. മയക്കുവെടിവെച്ച് ചികിത്സ നൽകാനാണ് ആലോചന. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ ദൗത്യം അല്പസമയത്തിനകം തുടങ്ങും. ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെ നേരത്തെ പാലക്കാട്ട് എത്തിച്ചിരുന്നു. ആനയുടെ കണ്ണിലെ പരിക്ക് ഗുരുതരമെന്ന് കണ്ടെത്തിയാൽ ആനയെ ധോണിയിലെ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും. കാഴ്ച പരിമിതി ഉള്ളതിനാൽ ആന ഒരു മാസമായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്നു. ശരീരത്തിൽ മുറിവുകളും കണ്ടെത്തി. 2023 PT7 പിടികൂടുന്നതിന് ശേഷം പാലക്കാട് നടക്കുന്ന ആദ്യ ദൗത്യമാണിത്. അതേസമയം ദൗത്യം നടക്കുന്നതിനാൽ ഇന്ന് മലപ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എപ്പോഴാണ് ദൗത്യം തുടങ്ങുക? ജിൽസി, ദൗത്യം ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തുടങ്ങും. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് പിറകിൽ കാണുന്നത് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളാണ്. ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ദൗത്യം നടക്കുക. അതായത് ഈ PT5 പാലക്കാട് ടസ്കർ അഞ്ചാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയ്ക്ക് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ണിന് പരിക്കേറ്റത് എന്ന് വ്യക്തമല്ല. രണ്ട് കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ് അതിൻ്റെ കണ്ണിൽ നിന്ന് ചലവും മറ്റ് നീരും ഒലിക്കുന്നുണ്ട്. അതിന് ഈ വിദഗ്ധ ചികിത്സ നൽകണം. ഈ ചികിത്സ നൽകാനായി പല ശ്രമങ്ങളും നടന്നിരുന്നു. ഈ വിവിധ തരം പഴങ്ങളിൽ മരുന്ന് വെച്ച് ആനയ്ക്ക് ഭക്ഷിക്കാൻ നൽകുന്നുണ്ടെങ്കിലും പക്ഷെ അത് ആന കൃത്യമായി ഭക്ഷിക്കുന്നില്ല. ആനയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ അത് ഈ പലപ്പോഴും മറ്റ് മരങ്ങളിലും മറ്റുമെല്ലാം തട്ടി വലിയ പരിക്കേൽക്കുന്നുണ്ട്. അതായത് ആനയുടെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ വനം വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ. അത് എത്രത്തോളം കാഴ്ച പരിമിതി ഉണ്ട് എന്നുള്ളത് ഈ വിദഗ്ധ പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വയ്ക്കും. തുടർന്ന് ആനയ്ക്ക് ചികിത്സ നൽകും. അത് ഈ ഒരുപക്ഷെ ഈ ധോണി ബേസ് ക്യാമ്പിലേക്ക് തന്നെ ആനയെ എത്തിച്ച് അവിടെയുള്ള കൂട്ടിൽ വെച്ച് ചികിത്സ നൽകുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അത് ആനയെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ PT7 പോലെ വലിയ ഈ അക്രമകാരിയായ ഓടാനുള്ള സാധ്യതയൊന്നും ഇല്ല. കാരണം കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ആനയെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ, വാളയാർ റേഞ്ച് ഓഫീസിൽ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. വാളയാർ റേഞ്ച് ഓഫീസർ, DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഇന്നലെ വനമന്ത്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വനമന്ത്രിക്ക് എല്ലാ ഈ കാര്യങ്ങളെക്കുറിച്ചും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ധാരണ നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ ആനയുടെ ആരോഗ്യാവസ്ഥ, ആനയെ എങ്ങനെയെല്ലാം പിടിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആന നിലവിൽ ഉള്ളത് ഈ ഞാൻ നിൽക്കുന്നത് മലമ്പുഴ ഡാമിന് സമീപത്തെ വാളയാർ റേഞ്ച് ഓഫീസിലാണ്. ഈ കഞ്ചിക്കോടിനും മലമ്പുഴയ്ക്കും ഇടയിലായാണ് ആന നിൽക്കുന്നത്. അത് ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഈ ജനവാസ മേഖലയിൽ ഉള്ള അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ആനയെ കൊണ്ടുപോകുന്നത് പിടിച്ചു കഴിഞ്ഞാൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള അനിമൽ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതും മഴയും മറ്റുമില്ല. ഈ ചില കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന വനം വകുപ്പിലാണ് പ്രതീക്ഷയിലാണ് വനം വകുപ്പ്.